ഓർമ്മയ്ക്കായി. ആൽഫി കാറിൻ്റെ താക്കോലെടുത്ത് നീട്ടിപ്പിടിച്ചുകൊണ്ട്, ആരെങ്കിലും എൻ്റെ കാർ എടുക്ക്, ആൽഫി പറഞ്ഞു. ജഗദീഷ് കാറിൻ്റെ താക്കോൽ വാങ്ങി കേശവിന് കൊടുത്തു. എല്ലാവരെയും നോക്കിക്കൊണ്ട് കേശവ് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ആൽഫി ബസ് എടുത്തിരുന്നു. എങ്ങോട്ടാണെന്ന് ജഗദീഷിനും എൽദോയ്ക്കും ചോദിക്കണമെന്നുണ്ടെങ്കിലും അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ട് അവർക്ക് ചോദിക്കാൻ തോന്നിയില്ല. ആൽഫിയുടെ ബസ് പോകുന്നത് എല്ലാവരും നോക്കുന്നുണ്ട്, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൽഫിയെയും. ആ ബസ് കുറച്ചു ദൂരം ഓടി ഒരു തുറന്നിട്ട ഗേറ്റിനുള്ളിലൂടെ വലിയൊരു വീടിന് മുന്നിൽ ചെന്ന് നിന്നു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആൽഫി ചുറ്റും നോക്കി. ജഗദീഷും എൽദോയും നോക്കിയപ്പോഴാണ് അവിടെ സൈഡിലായി വലിയ ഷെഡിലായി കിടക്കുന്ന 4 ബസ് കാണുന്നത്. ജഗദീഷും എൽദോയും പരസ്പരം നോക്കി. ആ സമയം ആൽഫി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ചാടി പുറത്തേക്കിറങ്ങി. ആൽഫി ആ വലിയ വീടിൻ്റെ ഷെഡിൽ കിടക്കുന്ന ബസ്സുകളിലേക്ക് ഒന്ന് നോക്കി. പിന്നെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ താഴെ നിന്നും ഒരു വലിയ കമ്പിയെടുത്ത് അവൻ കയ്യിലെ വാച്ചും ഫോണും ഡ്രൈവിംഗ് സീറ്റിലേക്ക് വെച്ചുകൊണ്ട് ആ കമ്പിയും കൊണ്ട് ആ ബസ്സുകളുടെ അടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും ആ വലിയ വീടിന് മുന്നിൽ ആ വീട്ടിൽ നിന്നുള്ള 2-3 പേർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. അത് നരിക്കുന്നേൽ വീട്ടിലെ ആൽഫ്രഡ് അല്ലേ? മുറ്റത്ത് നിന്ന് ഒരാൾ പറഞ്ഞത് കേട്ടതും അയാളുടെ അടുത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഓടി അകത്തേക്ക് പോയി. അപ്പോഴേക്കും ആൽഫി അവിടെ കിടക്കുന്ന ആദ്യത്തെ ബസ്സിൻ്റെ മുന്നിലെ ഗ്ലാസ് തല്ലി തകർത്തു. നിമിഷ നേരം കൊണ്ട് ആൽഫി ആ കിടക്കുന്ന 4 ബസ്സുകളുടെയും ചില്ലുകൾ തല്ലി തകർത്തിരുന്നു. ഡാ എന്നുള്ള അലർച്ച കേട്ടു. ഈ സ്റ്റോറിയുടെ മുഴുവൻ ഭാഗങ്ങളും കേൾക്കാൻ ദൃശ്യം വ്ലോഗിൽ വൈകിട്ട് 6 മണിക്ക്